ഹലോ മക്കളെ, +2 ലാബ് എക്സാം ഇതാ വന്നെത്താറായി. വളരെ ചുരുങ്ങിയ ദിവസം മാത്രമാണ് നമുക്കിനി ലാബ് എക്സാമിന് വേണ്ടി ബാക്കിയുള്ളൂ. എല്ലാവരും +2 ലാബ് എക്സാമിന് വേണ്ടിയുള്ള എല്ലാതും അതിഗംഭീരമായിട്ട് പഠിച്ചു കഴിഞ്ഞിരിക്കുന്ന സമയമാണിത്. ഈ നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ കാണുന്ന വീഡിയോ ചെയ്യുന്നത് മറ്റൊന്നുമല്ല, ലാബ് എക്സാമിന് നമുക്ക് എല്ലാവർക്കും അറിയാം 4 മാർക്ക് വൈവ ക്വസ്റ്റ്യൻസ് ആണ്. ഈ പറയുന്ന 4 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാൻ വേണ്ടിയാണ്. മൊത്തമായിട്ട് ലാബ് നമുക്ക് 40 മാർക്കിന് വരുന്നു. 32 മാർക്ക് എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന ലാബിനാണ്. മൊത്തമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് 4 ലാബാണ്. 4 ലാബിലെ ഓരോ ലാബിനും 8 മാർക്ക് വെച്ച് മൊത്തം 32 മാർക്ക്. 4 മാർക്ക് എന്ന് പറയുന്നത് ഒബ്സർവേഷൻ ബുക്ക്, നിങ്ങൾ എഴുതിങ്ങളുടെ റെക്കോർഡ് ബുക്ക്. അവസാനമായിട്ട് 4 മാർക്കുണ്ട്. ഈ പറയുന്ന 4 മാർക്ക് എക്സ്റ്റേണൽ എക്സാമിനർ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള മാർക്കാണ്. വൈവ എന്ന് പറയുന്ന എല്ലാവരും ഭയങ്കര കഠിനമെന്ന് വിശ്വസിക്കുന്ന ഒരു മേഖല. ഞാൻ ആദ്യമേ തന്നെ ഒരു കാര്യം പറയും നിങ്ങളുടെ അടുത്ത്, മക്കളെ, അത്രമേൽ കഠിനമല്ല വൈവ ക്വസ്റ്റ്യൻസ്. ഒരിക്കലും സബ്ജക്റ്റ് നിങ്ങൾ ആ കാണുന്ന നോളജ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കഠിനമായ ചോദ്യങ്ങൾ ഒരിക്കലും ചോദിക്കില്ല. നിങ്ങൾ എന്താണോ ചെയ്തത്, നിങ്ങൾ ഏത് ലാബാണോ ചെയ്തത്, ആ കാണുന്ന ലാബിനകത്തുനിന്ന് വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ചോദിക്കുക. ഞാൻ കാര്യം പറയുകയാണെങ്കിൽ, ഈ ലാബ് ചെയ്ത് നിങ്ങൾ തന്നെയാണോ എന്ന് ഉറപ്പ് വരുത്തുക. അത് മാത്രമാണ് എക്സാമിനർ വൈവ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ തന്നെയും എല്ലാവരും കൃത്യമായിട്ട് പഠിച്ചുകൊണ്ട് തന്നെയാണ് പോകാനായിട്ട് വളരെ സുഖമായിട്ട് നമുക്ക് ലാബ് എക്സാമിൻ്റെ വൈവയിലുള്ള 4 മാർക്കും നേടാൻ വേണ്ടി സാധിക്കും. നമുക്ക് നേരെ തന്നെ ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. ആദ്യമായിട്ട് നമ്മൾ പോകുന്ന ലാബ് 1 തന്നെ. ലാബ് 1 ഓരോ ചോദ്യവും കൃത്യമായിട്ട് പരിശോധിക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ചിലപ്പോൾ √25.8 എന്ന് പറയുന്നത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് എക്സാമിനർ ചോദിക്കും. അതിന് വേണ്ടിയുള്ള കോഡ് ഏതാണെന്ന് ചോദിക്കും. നമുക്കറിയാം, കൃത്യമായിട്ട് വേറെ ഒന്നും ആവശ്യമില്ല, √x ആണ് ആവശ്യം. SQRT x എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താണ് √x കിട്ടും. ഇതാണ് നമ്മളെന്ത് ഇൻപുട്ട് ചെയ്യേണ്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ്ങിൽ നിങ്ങൾക്ക് എന്താണ് ഈ കാണുന്ന 25.8 എന്ന് പറഞ്ഞ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്താണ് അതിൻ്റെ വാല്യൂ ലഭിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ചോദിക്കും x² എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനോട് അനുബന്ധിച്ച് ചോദ്യം ഉണ്ടാകാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 85² വാല്യൂ നമ്മൾ എത്തരത്തിൽ കാണും. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ വെറുതെ ഫംഗ്ഷൻ ഇൻപുട്ട് ചെയ്യുന്നത് x² എന്ന് കൊടുക്കുക. അത് മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് എന്താണ്, നമ്മൾ നേരെ ആയിട്ട് ആ കാണുന്ന വാല്യൂവിന് പകരം നമുക്കവിടെ സ്ലൈഡർ ഉണ്ടാവും. ആ കാണുന്ന സ്ലൈഡറിൽ നമുക്ക് എന്താണ് 85 എന്ന് പറഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്കപ്പോൾ എന്ത് കിട്ടും, 85² ലഭിക്കുന്നതായിരിക്കും. ചിലപ്പോൾ എക്സാമിന് ചോദിക്കും 1/10ൻ്റെ വാല്യൂ എത്തരത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കും. മക്കളെ, ഇൻപുട്ട് ചെയ്യേണ്ട ഫംഗ്ഷൻ ഏതായിരിക്കും, 1/x ആണ്. ചിലപ്പോൾ ചോദിക്കാം sin 5.5ൻ്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും. ഇൻപുട്ട് ചെയ്യേണ്ട ഫംഗ്ഷൻ ഏതാണ്, അത് sin x ആണ്. സോ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് നമുക്ക് എന്ത് ലാബ് 1 വാല്യൂ ഓഫ് ഫംഗ്ഷൻ എന്ന് ചോദിക്കുക. നമുക്ക് ലാബ് 2ലേക്ക് പോകാം. ലാബ് 2 എന്ന് പറയുന്നത് ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫാണ്. പ്രധാനമായിട്ടും ആ കാണുന്ന ലാബിനകത്ത് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ് x² എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ ഗ്രാഫ് എത്തരത്തിലായിരിക്കും. മക്കളെ, എല്ലാവർക്കും അറിയാം x² എന്ന് പറയുമ്പോൾ എന്താണ് യു ഷേപ്ഡ് ഗ്രാഫാണ്. അപ്പോൾ ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം x⁴ ആകുമ്പോൾ എന്തായിരിക്കും. എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം ഇത്ര മാത്രമാണ്, x⁴ നമ്പർ ആകുമ്പോൾ എൻ്റെ ഗ്രാഫ് എപ്പോഴും യു ഷേപ്പ് ആയിരിക്കും. അപ്പോൾ എന്താണ് മാറ്റമുണ്ടാവുക, ഈ കാണുന്ന ആംസ് ഉണ്ടല്ലോ അതെന്താണ് അടുത്തുകൊണ്ടേ വരും. അത് മാത്രമാണ് നമുക്ക് എന്ത് എക്സിൻ്റെ പവർ കൂടുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം. x⁻10 എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി അടുത്തായിരിക്കും ആസ് യു കമ്പയർ ടു x⁸8. ഓക്കെ, ഇത് മാത്രമാണ് നമുക്ക് എന്ത് x⁻ നമ്പേഴ്സിൽ പറയാനുള്ളത്. ഇത് കഴിഞ്ഞാൽ ചിലപ്പോൾ എക്സാമിനർ എന്ത് ചോദിക്കാം, x³ ചോദിക്കാം. x³ ഗ്രാഫ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുന്നത് ഈ കാണുന്നൊരു ഷേപ്പിൽ നിൽക്കുന്നതാണ്. അത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അതായത് x⁻⁸ നമ്പർ ആകുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്, അതെപ്പോഴും ഈ ഒരു ഷേപ്പിലേക്ക് വരികയാണ് ഉണ്ടാവുക. ഈ കാണുന്നത് കുറച്ച് മാറ്റം മാത്രമായിരിക്കും ഉണ്ടാവുക x⁻⁸ നമ്പർ. ഇതാണ് നമുക്ക് ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് എക്സാമിന് ചോദിക്കാനുള്ള ചാൻസ് ഉള്ള ചോദ്യം. ഇനി അടുത്ത ലാബ് എന്ന് പറയുന്നത് ഡൊമൈൻ ആൻഡ് റേഞ്ച്, ലാബ് 3. ഇത്ര നേരം നമ്മൾ ചോദിച്ച എല്ലാ കാര്യങ്ങളും വേണമെങ്കിൽ ഡൊമൈൻ ആൻഡ് റേഞ്ചുമായിട്ട് ലിങ്ക് ചെയ്ത് ചോദിക്കാൻ സാധിക്കും. ഞാൻ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ആദ്യമായിട്ട് ഡീൽ ചെയ്ത ഫംഗ്ഷനാണ് √25.8 എന്ന് പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ. അതിനകത്തുണ്ടായ ഫംഗ്ഷൻ ഏതായിരുന്നു, √x അഥവാ √x ആയിരുന്നു. ചിലപ്പോൾ എക്സാമിനർ എങ്ങനെ ചോദിക്കും, √−3 പോസിബിൾ ആണോ, ഒരു ചോദ്യമാണ്. എല്ലാവരും മനസ്സിലാക്കുന്ന ഇത്ര മാത്രമാണ്, √നെഗറ്റീവ് നമ്പർ പോസിബിൾ അല്ല. എന്തുകൊണ്ടാണ്, നമുക്ക് റൂട്ടിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ എൻ്റെ ഫംഗ്ഷൻ നോട്ട് ഡിഫൈൻഡ് ആണ്. റൂട്ടിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് പോലും എന്താണ്, അത് ∞ ആണ്. അതെല്ലാവരും ഇപ്പോൾ തന്നെ പഠിച്ചു വെക്കണം. √x ഡൊമൈൻ എന്താണ്, x greater than or equal to 0 ആണ്, ഓർത്തിരിക്കുക. ഇതിനുശേഷം നമുക്ക് x² എന്ന് പറയുമ്പോൾ x² ആയിക്കോട്ടെ, x³ ആയിക്കോട്ടെ, x⁻⁴ ആയിക്കോട്ടെ, ഇങ്ങനെ ഏത് ഫംഗ്ഷൻ ആയിക്കോട്ടെ എല്ലാത്തിൻ്റെയും ഡൊമൈൻ എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സ് തന്നെയാണ്. ഇനി അടുത്തൊരു ചോദ്യമായിട്ട് ചോദിക്കുന്നതാണ്, നമുക്ക് വേണമെങ്കിൽ മോഡ് x ചോദിക്കാം. മോഡ് xൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് അതും റിയൽ നമ്പർ തന്നെയാണ്.
വേണമെങ്കിൽ സൈൻ എക്സ് ചോദിക്കാം. സൈൻ എക്സിൻ്റെയും ഡൊമൈൻ എന്താണ്? അത് റിയൽ നമ്പറാണ്. കോസ് എക്സിൻ്റെയും റിയൽ നമ്പർ തന്നെയാണ്. പക്ഷേ ടാൻ എക്സിലേക്ക് വരുമ്പോൾ അത് റിയൽ നമ്പർ അല്ല. എന്താ? ഓഡ് മൾട്ടിപ്പിൾസ് ഓഫ് π/2ൽ നമുക്ക് ടാൻ നോട്ട് ഡിഫൈൻഡ് ആണ്. പറയുകയാണെങ്കിൽ ഹോൾ റിയൽ നമ്പേഴ്സിൽ നമ്മൾ 2n + 1 π/2 എന്ന് പറയുന്ന പോയിന്റ്സ് എല്ലാം തന്നെ കളയുക. അതാണ് നമുക്ക് എന്ത്? ടാൻ എക്സിൻ്റെ ഡൊമൈനായിട്ട് വരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഓരോ ഫംഗ്ഷൻ്റെയും ഡൊമൈൻ കൃത്യമായിട്ട് ലാബ് എക്സാമിനർ ചോദിക്കാം. ആ കാരണം നമുക്ക് എന്താണ് വളരെ സുഖമായിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതും ആയിരിക്കും. ഇവിടെ നിന്ന് തന്നെ ഉണ്ടാകുന്നൊരു ചോദ്യമാണ് നമുക്ക് ഓഡ് ഫംഗ്ഷൻ്റെയും ഈവൻ ഫംഗ്ഷൻ്റെയും ചോദ്യങ്ങൾ. അതായത് ലാബ് 1, 2, 3 മിക്സപ്പ് ചെയ്തുകൊണ്ട് തന്നെ വേണമെങ്കിൽ എക്സാമിനർക്ക് നിങ്ങളോട് ചോദിക്കാം. അതിൻ്റെ ഒരു ചോദ്യം തന്നെയാണ് നമുക്കെന്ത്? ഓഡ് ഫംഗ്ഷനും ഈവൻ ഫംഗ്ഷനും. എന്താണ് ഓഡ് ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ? നമുക്ക് എല്ലാവർക്കും അറിയാം, f of -x = -f of x. എന്താണെന്ന് എക്സാമ്പിൾ നമുക്കറിയാം, സൈൻ എക്സ്. അല്ലെങ്കിൽ വെറുതെ പറയാം x⁴ ഓഡ് നമ്പേഴ്സ് എല്ലാം തന്നെ നമുക്ക് എന്താണ്? അത് ഒരു ഓഡ് ഫംഗ്ഷനാണ്. ഫോർ എക്സാമ്പിൾ x³ ഓഡാണ്, x⁵ ഓഡാണ്. ഈ ഈവൻ ഫംഗ്ഷനിലേക്ക് വരുമ്പോൾ f of -x എന്ന് പറയുന്നത് f of x ആവുക. ഇത്തരത്തിൽ വരുന്ന എല്ലാ ഫംഗ്ഷൻസ് നമുക്ക് എന്താണ് മക്കളെ? ഈവൻ ഫംഗ്ഷനാണ്. എക്സാമ്പിൾ പറയുമ്പോൾ നമുക്ക് cos x ഒരു ഈവൻ ഫംഗ്ഷനാണ്. ഇതിന് പുറമെ നമുക്ക് പറയാം x⁴ ഈവൻ നമ്പേഴ്സ് എല്ലാം തന്നെ നമുക്ക് എന്താണ്? ഒരു ഈവൻ ഫംഗ്ഷനായിട്ട് വരും. ഫോർ എക്സാമ്പിൾ x² ഈവൻ ആണ്, x⁴ ഈവൻ ആണ്. സോ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് നമുക്കെന്ത്? ലാബ് 1, 2, 3 എന്ന് പറഞ്ഞ ഭാഗത്തുണ്ടാവുക. അവസാനമായിട്ട് ഒന്നുകൂടി പറയുന്നത് ഞാൻ റേഞ്ച് ഓഫ് എ ഫംഗ്ഷൻ. റേഞ്ച് ഫംഗ്ഷൻ എടുക്കുന്ന വാല്യൂസ് നമുക്ക് ഡൊമൈനിലെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ലഭിക്കുന്ന വാല്യൂസ് ഏതൊക്കെയാണോ അതാണ് നമ്മൾ റേഞ്ച് എന്ന് പറയുക. മോഡെക്സിൻ്റെ റേഞ്ച് അത് എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. മോഡെക്സിൻ്റെ റേഞ്ച് എന്ന് പറയുമ്പോൾ അത് 0 to ∞ ആണ്. ഇനി ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫിനകത്ത് വേണമെങ്കിൽ ഒരു ചോദ്യം ചോദിക്കാം. മോഡെക്സ് +1 എങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്യപ്പെടുക? എങ്ങോട്ടായിരിക്കും? മേലോട്ട് ഒരു യൂണിറ്റ്. മോഡ് ഓഫ് x-1 എങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്യപ്പെടുക? റൈറ്റിലേക്ക് ഒരു യൂണിറ്റ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ +1 പഠിച്ച വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്കെന്ത്? ലാബ് 1, 2, 3ൽ നിങ്ങളോട് ചോദിക്കുക. നാലാമത്തെ ലാബ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്. എല്ലാവർക്കും പേടിയാണ് എക്കാലും ട്രിഗണോമെട്രി. പക്ഷേ ലാബിനകത്ത് ട്രിഗണോമെട്രി എക്കാലും വളരെ ഈസി തന്നെയാണ്. നമുക്ക് ചോദ്യം പരിശോധിക്കാം. സർക്കിളിനകത്ത് എങ്ങനെയാണ് നമ്മൾ കോർഡിനേറ്റ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുക? അതൊരു ചോദ്യമാണ്. എല്ലാവരും ഓർത്തിരിക്കുക. cos θ, sin θ ഈ കാണുന്ന രീതിയിലാണ് നമ്മൾ സർക്കിളിൽ ട്രിഗണോമെട്രിക് റേഷ്യോ ഉപയോഗിച്ച് പോയിന്റ്സ് പ്ലോട്ട് ചെയ്യുക. cos θ, sin θ. അതായത് x കോർഡിനേറ്റ് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് cos θ ആൻഡ് y കോർഡിനേറ്റ് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് sin θ. അപ്പോൾ വേണം ചോദിക്കാം എങ്ങനെയാണ് tan θ കണ്ടുപിടിക്കാൻ പറ്റുക? മക്കളെ, tan θ ഇറ്റ് ഈസ് സെയിം ആസ് sin θ ബൈ cos θ. നമുക്ക് എല്ലാവർക്കും അറിയാം y കോർഡിനേറ്റ് sin θ ആണ് ആൻഡ് x കോർഡിനേറ്റ് cos θ ആണ്. അതുകൊണ്ട് tan θ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് y/x. സോ ഒരു കോർഡിനേറ്റിൻ്റെ y/x കാണുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി പോകുന്നത് മറ്റൊന്നുമല്ല, ഇറ്റ് ഈസ് tan θ. ഇനി വേണമെങ്കിൽ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിനകത്ത് ഇവരുടെ ബിഹേവിയർ ചോദിക്കാം. ഇത്തരത്തിൽ സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ sin x എന്ന് പറയുന്നത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? നമുക്ക് എല്ലാവർക്കും അറിയാം ഓൾ സിൽവർ ടീ കപ്സ്. ഈ കാണുന്ന ചെറിയ കോഡ് ഉണ്ടെങ്കിൽ വളരെ സുഖമായിട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും സെക്കൻഡ് ക്വാഡ്രൻറ്റിനകത്ത് സൈൻ എന്ന് പറയുന്നത് എക്കാലവും പോസിറ്റീവാണ്. സോ വളരെ സിമ്പിളായിട്ടുള്ള +1 ക്ലാസ്സിൽ നമ്മൾ ഈ കാണുന്ന ഫംഗ്ഷൻസിനെ പറ്റി പഠിച്ച കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ ലാബ് 4-നകത്ത് ചോദിക്കുവാൻ സാധ്യത. ലാബ് 10 സർക്കിൾ ആൻഡ് പാരബോള. സർക്കിളിനകത്ത് ഏറ്റവും അധികം സാധ്യത സർക്കിളിൻ്റെ ജനറൽ ഇക്വേഷൻ ചോദിക്കാൻ തന്നെയാണ്. സെൻറ്റർ റേഡിയസ് ഫോം x-h² + y-k² = ലാബ് 10 സർക്കിൾ ആൻഡ് പാരബോള. ഈ പറയുന്ന ലാബിനകത്ത് ചോദിക്കാൻ ഏറ്റവും അധികം സാധ്യത എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, സർക്കിളിൻ്റെ സെൻറ്റർ റേഡിയസ് ഫോം തന്നെയാണ്. അതായത് സെൻറ്ററും റേഡിയസും അറിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സർക്കിളിൻ്റെ ജനറൽ ഇക്വേഷൻ? x-h² + y-k² = r². ഇതാണ് ചോദിക്കുക. വേണമെങ്കിൽ ചോദിക്കാം എൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് 0, 0 ഒറിജിനായി മാറി. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും സർക്കിളിൻ്റെ ഇക്വേഷൻ? x² + y² = r². ഇതുമല്ലെങ്കിൽ ചിലപ്പോൾ ചോദിക്കാം x-3² + y-4² = 7². ഇങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും എൻ്റെ സെൻറ്റർ, എന്തായിരിക്കും എൻ്റെ റേഡിയസ്? നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ കൃത്യമായിട്ട് അറിയാവുന്നതാണ്. ഇതിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് 3,4 ആണ്. അതുപോലെ തന്നെ റേഡിയസ് എന്തായിരിക്കും? 7 ആയിരിക്കും. ഇതാണ് നമുക്ക് സർക്കിളിൻ്റെ ഭാഗത്ത് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് പറയുന്നത്. നമുക്കിനി പാരബോളയ്ക്ക് പോകാം. പാരബോള നമുക്ക് എത്ര ടൈപ്പ് ഉണ്ടെന്ന് ചോദിക്കാം. 4 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ് അതിൻ്റെ ജനറൽ ഫോംസ്? y² = 4x, y² = -4x, x² = 4ay ആൻഡ് x² = -4ay. ഇത്തരം ചോദിക്കാം. y² = 4x ഈ കാണുന്ന പാരബോളയുടെ ഫോക്കസ് എവിടെയായിരിക്കും? a,0. സോ ഫോക്കസിനെ പറ്റി വേണമെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഡയറക്ട്രിക്സിനെ പറ്റി ചോദിക്കാം. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് പൊതുവെ നമുക്ക് പാരബോള എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ചോദിക്കാൻ ചാൻസ്. അടുത്ത ലാബ് എന്ന് പറയുന്നത് എലിപ്സും ഹൈപ്പർബോളയുമാണ്. എലിപ്സിൻ്റെ ജനറൽ ഫോം എന്താണ്? x² / a² + y² / b² = 1. ഇതാണ് ജനറൽ ഫോം എന്ന് പറയുന്നത്. ഇതെല്ലാവരും ശ്രദ്ധിക്കുക. ഇതൊരു ഹൊറിസോണ്ടൽ എലിപ്സിൻ്റെ ജനറൽ ഫോമാണ്. വെർട്ടിക്കൽ എലിപ്സ് വരുമ്പോൾ എത്തരത്തിലേക്ക് മാറും?
എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ ഈക്വൽ ടു 1. എല്ലാവരും മനസ്സിലാക്കി വയ്ക്കുക, വേർ എ ഗ്രേറ്റർ ദാൻ ബി, എക്കാലവും എ ആയിരിക്കും വലുത്. ചിലപ്പോൾ വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ തന്നെ തരാം, എക്സ് സ്ക്വയർ ബൈ 25 പ്ലസ് വൈ സ്ക്വയർ ബൈ 16 ഈക്വൽ ടു 1. എന്താണ് ഇതിൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത്, എന്താണ് ഇതിൻ്റെ വെർട്ടെക്സ് എന്ന് പറയുന്നത്, എന്താണ് ഇതിൻ്റെ ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം. എല്ലാവർക്കും അറിയാമായിരിക്കും, ലാറ്റസ് റെക്റ്റം എന്ന് പറയുന്നത് ഫോക്കസിലൂടെ പാസ് ചെയ്യുന്ന എൻ്റെ മേജർ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്ന ഒരു ലൈൻ സെഗ്മെൻ്റ് ആണ്. അതിൻ്റെ ലെങ്ത് എന്താണ്, 2b സ്ക്വയർ ബൈ എ ആണ്. സോ +1 ക്ലാസ്സിൽ പഠിച്ച +1 ബോർഡ് എക്സാമിന് വന്ന വളരെ സിമ്പിളായിട്ട് നിൽക്കുന്ന ചോദ്യങ്ങൾ ഇവിടെ ചോദിക്കാം. അതല്ലാതെ വേറൊന്നും തന്നെ നമുക്ക് എന്താണ് ഇതിനകത്ത് ചോദിക്കാൻ യാതൊരു സാധ്യതയുമില്ല. ഹൈപ്പർബോളയ്ക്കകത്തും യാതൊരു മാറ്റവുമില്ല. എലിപ്സിൽ എങ്ങനെയാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക അതുപോലെ തന്നെയാണ് ഹൈപ്പർബോളയിൽ ചോദ്യങ്ങൾ ഉണ്ടാവുക. ഒരു ചോദ്യം ഇത്തരത്തിലാകാം, ഫോക്കസ് ലൈ ചെയ്യുന്നത് ട്രാൻസ്പോസ് ആക്സിലാണോ അതോ കോഞ്ചുഗേറ്റ് ആക്സിലാണോ? എല്ലാവരും ഓർത്തിരിക്കുക, എക്കാലവും ഫോക്കസ് എന്ന് പറയുന്നത് എൻ്റെ ട്രാൻസ്വേഴ്സ് ആക്സിൽ തന്നെയായിരിക്കും. ഒരിക്കലും കോഞ്ചുഗേറ്റ് ആക്സിൽ എൻ്റെ ഫോക്കസ് വരികയില്ല. ഒരു ജനറൽ ഫോം ചോദിക്കാം, വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. ഈ കാണുന്ന ഹൈപ്പർബോളയുടെ ട്രാൻസ്വേഴ്സ് ആക്സ് എന്ന് പറയുന്നത് എക്സ് ആക്സ് ആണ്, വൈ ആക്സ് ആണ്. ആദ്യം വരുന്നത് വൈ ആയതുകൊണ്ട് ഓർത്തിരിക്കണം എല്ലാവരും തന്നെ ട്രാൻസ്വേഴ്സ് ആക്സിസ് വൈ ആക്സ് ആയിരിക്കും. ആദ്യം എക്സ് ആയിരുന്നെങ്കിൽ അതിൻ്റെ ട്രാൻസ്വേഴ്സ് ആക്സിസ് എക്സ് ആക്സ് ആയിരിക്കും. സോ ഈ കാണുന്ന ചോദ്യങ്ങൾ എലിപ്സ് ആയിക്കോട്ടെ ഹൈപ്പർബോള ആയിക്കോട്ടെ എല്ലാം തന്നെ ഒരേ പാറ്റേണിലായിരിക്കും. റിലേഷനും കൂടിയും ഓർത്തിരിക്കാം. എലിപ്സിനകത്ത് പറയുമ്പോൾ എ സ്ക്വയർ ഈക്വൽ ടു ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ആണ്. അത് പക്ഷേ ഹൈപ്പർബോള വരുമ്പോൾ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ ആണ്. ഇത് മാത്രമാണ് നിങ്ങൾ ഹൈപ്പർബോളയിലും എലിപ്സിനകത്തും ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ. വളരെ കുറച്ച് സ്കൂളിൽ മാത്രമാണ് ലാബ് 13 ആയിട്ടുള്ള ലിമിറ്റ്സ് പഠിപ്പിക്കുന്നത്. ഈ പറഞ്ഞ ലാബിനകത്ത് ചോദിക്കാൻ ഏറ്റവും അധികം സാധ്യത ചോദ്യം മറ്റൊന്നുമല്ല, എപ്പോഴാണ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുക, LHL ഈക്വൽ ടു RHL ആകുമ്പോൾ. അതായത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ്. അവിടെ ചോദിക്കാൻ ഒരു പ്രോബ്ലം തന്നെ ചോദിക്കാം, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്, എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2 എന്താണ്? ഓടിപ്പോയിട്ട് എക്സിന് പകരം 2 കൊടുക്കുക. വേണമെങ്കിൽ ചോദിക്കാം ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എക്സ് മൈനസ് 2 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 2 സ്ക്വയർ. ഇത് നമുക്ക് എന്താണ് വളരെ സുഖമായിട്ട് എല്ലാവർക്കും തന്നെ സോൾവ് ചെയ്യാൻ വേണ്ടി അറിയാവുന്നൊരു കാര്യം തന്നെയാണ്. നമുക്ക് നേരെ തന്നെ ലാബ് നമ്പർ 18ലേക്ക് പോകാം. +2 ആദ്യ ലാബ് 18. ഇതിനകത്ത് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ മറ്റൊന്നുമല്ല, 1 ഫംഗ്ഷൻ്റെയാണ്. എപ്പോഴാണ് ഒരു ഫംഗ്ഷൻ 1 ആവുക? ഓർത്തിരിക്കുക, എഫ് ഓഫ് എക്സ് 1 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 2 വിച്ച് ഇംപ്ലൈസ് x1 ഈക്വൽ ടു x2. ഒരു ഫംഗ്ഷൻ ഓൺ ടു ആവണമെങ്കിൽ ഡൊമൈനും റേഞ്ചും ഈക്വൽ ആയിരിക്കണം. ഡൊമൈൻ ഈക്വൽ ടു റേഞ്ച് ആയി വരിക. അപ്പോൾ എനിക്ക് സാധിക്കും മക്കളെ എൻ്റെ ഒരു ഫംഗ്ഷൻ ഓൺ ടു ആണെന്ന് പറയാൻ വേണ്ടി. ഗ്രാഫ് തന്ന് അത് 1 ആണോ ഓൺ ടു ആണോ എന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സാം പേപ്പറിൽ കാണാൻ വേണ്ടി സാധിക്കും. ഒരു എക്സാമ്പിൾ പറയാം. ഇതാ ഒരു യു പോലെ ഗ്രാഫ്. നിങ്ങളൊരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കാം. എൻ്റെ ഹൊറിസോണ്ടൽ ലൈൻ ഗ്രാഫിന്മേൽ ഒന്നിലധികം പോയിന്റിൽ ടച്ച് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഫംഗ്ഷൻ 1 അല്ല. എല്ലാവരും ഓർത്തിരിക്കുക, എൻ്റെ ഹൊറിസോണ്ടൽ ലൈൻ അതായത് ഇത്തരത്തിൽ പോകുന്ന ലൈൻ ഇതാണ് ഹൊറിസോണ്ടൽ ലൈൻ. ഹൊറിസോണ്ടൽ ലൈൻ വരച്ച് നോക്കുക. ഹൊറിസോണ്ടൽ ലൈൻ ഗ്രാഫിന്മേൽ ഒന്നിലധികം പോയിന്റ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് 1 ഫംഗ്ഷൻ അല്ല. ഇതാണ് എല്ലാവരും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. സോ ഗ്രാഫ് തന്നിട്ട് 1 ചോദിക്കാം. ഇനി ഗ്രാഫ് തന്നിട്ട് ഓൺ ടു വേണമെങ്കിൽ ചോദിക്കുക തന്നെയാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്നു, എഫ് ഫ്രം ആർ ടു ആർ എഫ് ഓഫ് എക്സ് എക്സ് ക്യൂബ് ഇതൊരു ഓൺ ടു ഫംഗ്ഷൻ ആണോ? ആർ ടു ആർ ആണ് പറയുന്നത്. ആർ ടു ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് എൻ്റെ ഡൊമെയിൻ എന്ന് പറയുന്നത് ഹോൾ റിയൽ നമ്പേഴ്സ് ആണ്. ആൻഡ് എൻ്റെ കോഡൊമെയിൻ എന്ന് പറയുന്നത് ടോട്ടൽ റിയൽ നമ്പേഴ്സ് തന്നെയാണ് വരുന്നത്. നിങ്ങൾ ഗ്രാഫ് ഒന്ന് ആലോചിക്കുക. ഗ്രാഫ് എത്തരത്തില കംപ്ലീറ്റ് വരുന്നുണ്ട്. അതായത് വൈ ആക്സിസ് ആണ് എൻ്റെ ബേസിക്കലി ഹോൾ വൈ ആക്സിസ് ആണ് നമുക്ക് ഇവിടുത്തെ കോഡമായിട്ട് വരുന്നത്. ഈ കാണുന്ന ഗ്രാഫുള്ള ഭാഗമാണ് എൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയുന്നത്, ഞാൻ ഹോൾ വൈ ആക്സിസ് ആണ് എൻ്റെ കോ ഡൊമെയിൻ ആയിട്ട് വരുന്നത്. ഇതിനകത്ത് ഗ്രാഫ് വരുന്ന ഭാഗം ഏതാണോ അതാണ് നമ്മൾ റേഞ്ച് എന്ന് പറയുക. അതെ, എക്സ് ക്യൂബ് ഗ്രാഫിൽ കൃത്യമായിട്ട് നമുക്ക് എന്താണ് കംപ്ലീറ്റ് വരുന്നുണ്ട്, കംപ്ലീറ്റ് വൈ ആക്സ് വരുന്നുണ്ട്. അതായത് റേഞ്ച് എന്ന് പറയുന്നതും റിയൽ നമ്പേഴ്സ് തന്നെയാണ്. കോഡൊമെയിനും റിയൽ നമ്പേഴ്സ് ആണ്, റേഞ്ച് റിയൽ നമ്പേഴ്സ് ആണ്. വിച്ച് മീൻസ് എക്സ് ക്യൂബ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഇറ്റ് ഈസ് ഓൺ ടു. നിങ്ങളോട് എക്സാമ്പിൾ ചോദിക്കാം, ഒരു 1 ഫംഗ്ഷൻ്റെ എക്സാമ്പിൾ പറയാം. മക്കളെ എക്കാലം ഓർത്തിരിക്കുക, ഏറ്റവും സിമ്പിൾ എക്സാമ്പിൾ എന്ന് പറയുന്നത് എക്സ് തന്നെയാണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എഫ് ഫ്രം ആർ ടു ആർ. ഇനി അല്ലാത്തതിൻ്റെ എക്സാമ്പിൾ പറയാൻ പറഞ്ഞാൽ എക്സ് സ്ക്വയർ പറയുക. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഫ്രം ആർ ടു ആർ. ഇത് നമുക്ക് എന്താണ് ഒരു 1 ഫംഗ്ഷൻ അല്ല. ഓൺ ടുവിൻ്റെ എക്സാമ്പിൾ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് നേരത്തെ തന്നെ എക്സ് ക്യൂബ് പറയുക. എഫ് ഫ്രം ആർ ടു ആർ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ്. ഓൺ ടു അല്ല എന്നതിൻ്റെ എക്സാമ്പിൾ ആണെങ്കിൽ എഫ് ഫ്രം ആർ ടു ആർ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. സോ 1 അല്ല ഓൺ ടു അല്ല, അതിന് വേണ്ടി ഒറ്റ എക്സാമ്പിൾ മാത്രം പഠിച്ചാൽ മതി. എഫ് ഫ്രം ആർ ടു ആർ സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഇവൻ 1 അല്ല ഓൺ ടു അല്ല. സോ വളരെ സുഖമായിട്ട് നമുക്ക് ഈ പറയുന്ന ലാബിനെ ചോദിക്കുന്ന എല്ലാം തന്നെ ആൻസർ ചെയ്യാൻ വേണ്ടി സാധിക്കും. ലാബ് നമ്പർ 18. നമുക്കിത് ലാബ് നമ്പർ 19ലേക്ക് പോകാം. ലാബ് നമ്പർ 19 ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻസ്. എപ്പോഴാണ് ഒരു ഫംഗ്ഷന് ഇൻവേഴ്സ് ഉണ്ടാവുക? ഇതൊരു ചോദ്യമാണ്.
ഒരു ഫംഗ്ഷൻ 1 1 ഓൺ 2 ഇഫ് എ ഫംഗ്ഷൻ ഇസ് 1 1 ആൻഡ് ഓൺ 2 ദെൻ ഹീ ഈസ് ഇൻവേർട്ടിബിൾ. ഇതാണ് നിങ്ങൾ എല്ലാവരും തന്നെ പറയേണ്ട കാര്യം. മറ്റൊന്നും തന്നെ നമുക്ക് എന്താണ് ഡീറ്റെയിൽ ആയിട്ട് കാണുന്ന ഭാഗത്ത് ചോദിക്കാൻ യാതൊരു ചാൻസുമില്ല. വേറെ ഒന്നും കൊണ്ടും തന്നെയല്ല. +2 മാത്സിനകത്ത് നമുക്ക് ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ എന്ന ടോപ്പിക്ക് ഡിലീറ്റഡ് ആണ്. അത് പഠിക്കാൻ വേണ്ടി ഇല്ല. കോമ്പോസിഷൻ ഓഫ് എ ഫംഗ്ഷൻ എന്ന് പറഞ്ഞ ഭാഗവും നമുക്ക് ഡിലീറ്റഡ് ആയിട്ട് തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് ഈ കാണുന്ന ഭാഗത്തൊക്കെ നമുക്ക് എന്താണ് ചോദ്യങ്ങൾ വളരെ കുറവ് മാത്രം പ്രതീക്ഷിച്ചാൽ മതി. ലാബ് നമ്പർ 20 ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്. ഈ കാണുന്ന ഭാഗത്ത് ഏറ്റവും ഗംഭീരമായ ചോദ്യം നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത് തന്നെയാണ്. എപ്പോഴാണ് ഒരു ഫംഗ്ഷൻ ഇൻവേഴ്സ് ഉണ്ടാവുക? അവൻ 1 1 ഓൺ 2 ആകുമ്പോൾ. അപ്പോൾ ചോദ്യം ചോദിക്കാം, sin x പറയുന്നത് 1 1 ഫംഗ്ഷൻ ആണോ? മക്കളെ, ജനറലി f from R to R അത് 1 1 അല്ല. എന്തുകൊണ്ടാണ്? ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുമ്പോൾ അത് ഒരുപാട് പോയിന്റ്സിൽ കൂട്ടിമുട്ടുന്നു. സോ നമ്മൾ ഒരു ഇൻവേഴ്സ് ഫംഗ്ഷൻ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഡൊമൈനും റേഞ്ചും റെസ്ട്രിക്റ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നു ഈ കാണുന്ന ഭാഗത്ത്. ആ കാണുന്ന റെസ്ട്രിക്ഷൻസ് എല്ലാവരും ഓർത്തിരിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. എന്താണ് സൈൻ ഇൻവേഴ്സിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത്? ചോദിക്കാൻ ചാൻസ് ക്വസ്റ്റ്യനാണ്. -1 to 1. എന്താണ് റേഞ്ച് എന്ന് പറഞ്ഞാൽ അത് -π/2 to π/2 ആണ്. രണ്ടും ക്ലോസ് ഇൻറ്റർവൽ തന്നെയാണ്. കോസ് ഇൻവേഴ്സിലും ഒരു ചെറിയ മാറ്റം മാത്രമുണ്ട്. കോസ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് ക്ലോസ് ഇൻറ്റർവൽ -1 to 1 ആണ്. അതിൻ്റെ റേഞ്ച് എന്ന് പറയുമ്പോൾ അത് 0 to π ആണ്. ഇതാണ് ഈ കാണുന്ന ഭാഗത്ത് നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ്. നിങ്ങളെല്ലാവരും തന്നെ ടാൻ ഇൻവേഴ്സിൻ്റെയും കോട്ട് ഇൻവേഴ്സിൻ്റെയും സീക്ക് ഇൻവേഴ്സിൻ്റെയും കൊസിക് ഇൻവേഴ്സിൻ്റെയും എല്ലാത്തിൻ്റെയും തന്നെ ഡൊമൈൻ റേഞ്ചും ഒന്ന് നോക്കി പോകുക. ഇതാണ് ഇവിടെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ. നമ്മൾ അടുത്ത ലാബായിട്ടുള്ള ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് എന്ന് പറയുന്ന 26ാമത്തെ ലാബിലേക്ക് പോകാം. വളരെ സിമ്പിളായിട്ട് നിൽക്കുന്ന ഒരു ലാബ് തന്നെയാണ് 27 എന്ന് പറയുന്നത്. എപ്പോഴാണ് ഒരു ഫംഗ്ഷൻ ഇൻക്രീസിങ് ആവുക? ഇതാണ് അധ്യാപകരുടെ ഏറ്റവും പ്രിയപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്. മക്കളെ, f' 0 ആവുക. അതായത് എൻ്റെ ഫംഗ്ഷൻ f(x) ഉണ്ട്. ഈ കാണുന്ന f(x)ൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുത്തു, f' എടുത്തു. f' എന്ന് പറയുന്നത് >0 ആണെങ്കിൽ എനിക്ക് പറയാൻ വേണ്ടി സാധിക്കും എൻ്റെ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണെന്ന്. എപ്പോഴും ഡിക്രീസിങ് ആവുക? f' എന്ന് പറയുന്നത് <0 വരിക. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇൻക്രീസിങ് ഡിക്രീസിങ് എന്ന് പറഞ്ഞ ഭാഗത്ത് നിന്ന് അധ്യാപകർ ചോദിക്കാൻ വേണ്ടി ചാൻസ് ഉള്ള ചോദ്യങ്ങൾ. ചിലപ്പോൾ മാക്സിമം നിങ്ങൾക്ക് എന്താണ് വേണമെങ്കിൽ ഒരു പോളിനോമിൽ തരാം. x³ + 3x² + 5x + 6 എന്ന് പറഞ്ഞൊരു പോളിനോമിൽ തരാം. ഈ കാണുന്ന പോളിനോമിയൽ ഏത് ഇൻട്രവല്ലാണ് ഇൻക്രീസിങ് ആയിട്ട് വരിക? ഇതാണ് വേണമെങ്കിൽ ഒരു അധ്യാപകൻ ഒരു എക്സാമിനർ നിങ്ങളുടെ അടുത്ത് ചോദിക്കാൻ ചാൻസ് ഉള്ള ഈ കാണുന്ന ഭാഗത്ത് ഉള്ളൊരു ചോദ്യം. ഇതിന് പുറമെ മറ്റൊന്നും തന്നെ നമുക്ക് എന്താണ് ഇവിടെ നിന്ന് ചോദിക്കാൻ ചാൻസ് ഇല്ല. അറ്റ്മോസ്റ്റ് മാക്സിമം എന്ന് പറയുമ്പോൾ ഒരു ഗ്രാഫ് തന്നിട്ട് ആ കാണുന്ന ഗ്രാഫിനകത്ത് എവിടെയാണ് എൻ്റെ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആയിട്ട് വരുന്നത്, എവിടെയാണ് എൻ്റെ ഫംഗ്ഷൻ ഡിക്രീസിങ് ആയിട്ട് വരുന്നത് ചോദ്യം ഉണ്ടാകാം. അത് നമുക്ക് എന്താണ് വളരെ സുഖമായിട്ട് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. സോ അങ്ങനെ നമ്മൾ ലാബ് നമ്പർ 27 ക്ലോസ് ചെയ്തു. എല്ലാ സ്കൂൾസിലും ചെയ്യുന്നൊരു ഇമ്പോർട്ടൻറ്റ് ലാബാണ് ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽ സെൻട്രൽ ലാബ്. എങ്ങനെയാണ് ഏരിയ കണ്ടുപിടിക്കുക? എത്തരത്തിലാണ് ഏരിയ കണ്ടുപിടിക്കുക? ഇതാണ് ഒരു അധ്യാപകൻ ഒരു എക്സാമിനർ കൊണ്ട് ചോദിക്കാം. ഇൻ്റഗ്രൽ a to b f(x) dx ഇഫ് യു ആർ ടേക്കിംഗ് എ വെർട്ടിക്കൽ സ്ട്രിപ്പ്. നിങ്ങളൊരു വെർട്ടിക്കൽ സ്ട്രിപ്പ് എടുക്കുകയാണെങ്കിൽ ഇൻ്റഗ്രൽ a to b f(x) dx ആണ് നമുക്കത് എൻ്റെ ഫംഗ്ഷൻ f(x)ൻ്റെ ഏരിയ വരിക ഫ്രം a to b. അതിന് പകരം നിങ്ങളൊരു ഹൊറിസോൺ സ്ട്രിപ്പ് എടുക്കുകയാണെങ്കിൽ, അതായത് ഇത്തരം സ്ട്രിപ്പ് എടുക്കുമ്പോൾ നമുക്കെന്ത് പറയാൻ പറ്റും? a to b വന്നു. പക്ഷേ നിങ്ങളെല്ലാവരും നോട്ട് ചെയ്യുക, y dx ആണ് മുമ്പ് എടുത്തിരുന്നത്. f(x) dx ഇറ്റ് സെയിം ആസ് y dx. ഇതിന് പുറമെ നമ്മൾ എന്ത് എഴുതുക? x dy എന്ന് എഴുതുക. ശ്രദ്ധിക്കുക, ഹൊറിസോണ്ടൽ സ്ട്രിപ്പ് ആകുമ്പോൾ x dy-യുമാണ്, വേർട്ടിക്കൽ സ്ട്രിപ്പ് ആകുമ്പോൾ അത് y dx-ഉമാണ്. ഇതാണ് എല്ലാവരും ഓർത്തിരിക്കേണ്ട ഈ കാണുന്ന ഭാഗത്ത് ഒരു ചോദ്യം എന്ന് പറയുന്നത്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഒരു ഇൻ്റഗ്രൽ x³ ഏരിയ കണ്ടുപിടിക്കുക ഫ്രം ദി ലിമിറ്റ് 2 to 3. വളരെ സുഖമായിട്ട് അറിയാവുന്ന കാര്യമാണ്. x⁴ / 4 അതാണ് നമുക്ക് എന്ത് ഇൻ്റഗ്രൽ വരുന്നത്. 2 to 3 നമുക്ക് എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. സോ 3⁴/4 മൈനസ് 2⁴/4. എല്ലാവരും ഒന്ന് സോൾവ് ചെയ്ത് നോക്കുക. നമുക്ക് ഈ കാണുന്ന ഭാഗത്തെ അതിമനോഹരമായ ആൻസർ ലഭിക്കും. ഇതൊക്കെയാണ് നമുക്ക് കോമൺ ആയിട്ട് എല്ലാ സ്കൂൾസിലും ചെയ്യിക്കുന്ന ലാബ് എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് ലാബിനകത്ത് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. സോ എല്ലാവരും ഒന്ന് തിയറി ജസ്റ്റ് ഒന്ന് വായിച്ചുകൊണ്ട് പോവുക. ഒരിക്കലും നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ഒരു ചോദ്യം പോലും ലാബ് എക്സാമിനർ ചോദിക്കില്ല. എല്ലാവർക്കും ഒരു ഓൾ ദി ബെസ്റ്റ്. അതിഗംഭീരമായിട്ട് തന്നെ എല്ലാവരും ലാബ് എക്സാം പൂർത്തിയാക്കി മെയിൻ എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനിലേക്ക് ഇറങ്ങുക. വളരെ ചെറിയ ദിവസം മാത്രമാണ് നമുക്കിനി നമ്മുടെ മെയിൻ എക്സാമിനായിക്കോട്ടെ മോഡൽ എക്സാമിനായിക്കോട്ടെ എല്ലാത്തിനും തന്നെ ബാക്കിയുള്ളൂ. ലാബ് തീർന്നതിന് ശേഷം കൃത്യമായിട്ട് ചിട്ടോട് കൂടി ഇരുന്ന് മോഡൽ എക്സാമിനും മെയിൻ എക്സാം പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഭാവി വളരെ സുരക്ഷിതമായിരിക്കും. കാരണം +2 ശേഷമുള്ള മാർക്കാണ് നമുക്ക് ഏറ്റവും അധികം പ്രധാനം എന്ന് പറയുന്നത്. അടുത്ത കോഴ്സ് ഏതെടുക്കണം തീരുമാനിക്കുന്നത് പോലും നമ്മുടെ +1 +2 മാർക്കാണെന്ന് എല്ലാവർക്കും അറിയാം. സോ ബാക്കിയുള്ള ദിവസം എല്ലാവരും അതിഗംഭീരമായിട്ട് പഠിച്ച് +2 എക്സാമിൽ ഫുൾ മാർക്ക് തന്നെ നേടി നമ്മുടെ സ്വപ്നത്തിലേക്ക് നമുക്ക് നടന്നീങ്ങാം. സൈനിങ് ഓഫ് അഫ്നാസ് AK ഫ്രം Xylem Learning.